ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ബിരിയാണി ആട്ട വെക്കാൻ പോണത്. അരി കഴുകി ഇതാ ചുടുവെള്ളം ഒഴിച്ച് അടുപ്പത്തേക്ക് വെച്ചതാണ്. ഇതിലേക്ക് ഞാൻ ഒഴിക്കാൻ പോണെടുക്കണ് ഇതാ ഈ നല്ല നെയ്യാണ്. ഇത് കുറച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൽ കിടന്ന് ഇങ്ങനെ ഒന്ന് വെന്തോട്ടോ. ഇളക്കിയിട്ട് കൊടുക്കുക. അടിയിൽ പിടിച്ചോണ്ട തിളപ്പിച്ച് കൂട്ടിയിട്ടാണ് വെക്കൽ. ഇത് അത്ര കൊഴുപ്പുള്ള അരിയൊന്നുമല്ല, അത് നല്ല അരിയാണ്. ഫസ്റ്റ് ക്വാളിറ്റി എന്താണ്, ഫസ്റ്റ് ക്വാളിറ്റി അരിയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കിടന്നൊന്ന് വേവട്ടെ. നമുക്ക് ഇതിലേക്ക് എന്താണ് വെച്ചാൽ ഏലക്കായി, കറാമ്പൂവ്, കറാമ്പട്ട ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് തിളച്ച് വേവട്ടെ. ചട്ടി പാത്രം വെച്ച് ചൂടായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. നേരെ ഒഴിച്ചു കൊടുത്ത് നെയ്യിലേക്ക് നമുക്ക് ലേശത നല്ല നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. നല്ല നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് മരിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാനിതിലേക്ക് ഒരു 6 ചെറിയ ഉള്ളി, ചെറിയ ഉള്ളിയല്ല കേട്ടോ, വലിയ ഉള്ളിയാണ്, നല്ല വലിപ്പമുള്ളതല്ല. അത് ഞാനിതിലേക്ക് മുട്ടിട്ടതിന്നു കട്ട കുത്തിപ്പോയി. നല്ലോണം അങ്ങോട്ട് പൊടിഞ്ഞിട്ടില്ല, വാടുമ്പോൾ പൊടിഞ്ഞോളൂ. അത് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം അതൊന്ന് വാടട്ടെ കേട്ടോ. നല്ല വഴറ്റേൻ്റെ ദിവസം ഞാൻ ബാക്കി എടുക്കാം. നമുക്ക് ഇതാ ഉള്ളിയൊക്കെ വഴണ്ടിക്കുന്ന കേട്ടോ. ഉള്ളി വഴണ്ടെടുക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ലേശം വെളുത്തുള്ളി പേസ്റ്റ് ഇടണേ. അതുകൊണ്ടായിക്കോട്ടെ. വെളുത്തുള്ളിയൊക്കെ ഇച്ചിരി വേണം, ഇതിലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മുൻപ് നിർത്താൻ ടേസ്റ്റ് ഉണ്ടാവും. അതൊന്ന് ഇതിൻ്റെ നടുക്ക് കിടന്നിട്ട് ഒന്ന് വെന്തിട്ടെ. നല്ലോണം നല്ല ഉള്ളിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അല്ലാണ്ട് മൂത്ത് കരിയും വേണ്ട, ലേശം ഒരു മണം കണ്ടു പോയാൽ മതി. നമുക്ക് തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തക്കാളി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത്തിരി ഉപ്പിടണം. നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണേ. ഉപ്പ് കൂടിപ്പോയി എന്നാ തോന്നുന്നു. ഇറച്ചിയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പിട്ടാൽ കേട്ടോ. ഉപ്പ് കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ട് നുള്ളി എടുത്തതാണ്. ഇറച്ചിയിൽ ഉപ്പിട്ട് ഓർമ്മയില്ല, ഇറച്ചി ഉപ്പിട്ടിട്ട് കുഴച്ച് വെച്ചതാണ്. ഉപ്പ് കുറച്ച് കൂടിയ മതി. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് അരിയട്ടെ കേട്ടോ. വേവട്ടെ. ഇനി നമുക്ക് ഇറച്ചി ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഇടുമ്പോൾ തക്കാളി വെന്തോളൂ. ഇതാ പച്ചമുളകും ഇഞ്ചിയും കൂടെ ആട്ടിയതാണ് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടല്ലോ ഒഴിച്ചു കൊടുത്തതല്ലേ. ഓക്കെ, ഉപ്പിയും പച്ചമുളകാണത്. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെറുതെ കളയണ്ടല്ലോ. ഒഴിച്ചു കൊടുത്തു. നമുക്ക് ബിരിയാണി കൂട്ടിടണം. ഞാൻ അതിലേക്ക് പച്ചമുളക് ആട്ടി ഇട്ട് കൊടുത്തിന് കേട്ടോ. നിങ്ങൾ കണ്ടോ ഇല്ലയെന്ന് അറിയില്ല, സോറി. പച്ചമുളകും ഇഞ്ചിയും കൂടെ ആട്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെന്ന് അതുകൊണ്ട് എനിക്ക് ഫോണ് ഓണാക്കാൻ മറന്നുപോയി. ബിരിയാണി കൂട്ട് ഇട്ട് കുഴച്ച് വെച്ചാട്ടോ ഇറച്ചി. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് ഇറക്കണം. കുറച്ച് നേരം ഒരു 10-15 മിനിറ്റായി ഞാനിത് ബിരിയാണി കൂട്ടും ഉപ്പും കൂടെ ഇട്ടിട്ട് കുഴച്ച് വെച്ചിട്ട്
ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. നോക്കാം ഉപ്പുണ്ടോ ഇല്ലയെന്ന്. ഞാൻ ഇടുന്നതൊക്കെ കറക്റ്റാണ് ആവല്. വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ ഇടുമ്പോൾ ഞാൻ കുറച്ച് എടുത്തതാണ് ഉപ്പ്. ഒക്കെ കറക്റ്റാട്ടോ. ഇതിൽ കിടന്ന് വേവട്ടെ. അങ്ങനെ ഹായ് മക്കളെ, ഒരുവിധം തിളച്ച് വെന്തിട്ടുണ്ട്. ഇതിലൊക്കെ എന്താ ഇടാൻ പോകണമെന്ന് അറിയോ? ഇതാണ് മല്ലിച്ചപ്പും മറ്റേ പുതിന കേട്ടോ. പുതിന എന്താ കറുത്തിട്ട് നോക്കൂ. പുതിന അരിച്ച് കൊണ്ടുപോകുമ്പോൾ ഒരു പാടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്യലെന്ന് അറിയാം, അങ്ങനെ വെയിലത്തിട്ട് ഉണക്കി വെക്കും. കുറച്ചിട്ടാൽ മതി ആവശ്യത്തിന്. അപ്പോൾ കുറച്ചിതാ കളർ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അതാ കറുത്ത് ഇങ്ങനെ ഉണ്ടാവും. പക്ഷേ കുഴപ്പമില്ല, നല്ല ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും. നല്ല വെയിലുണ്ടാകുമ്പോൾ ഉണക്കി ഇത് കുപ്പിയിലാക്കി ഇതേപോലെ ഇത് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. ഇത് ഇതാ മല്ലിച്ചപ്പ് ഞാൻ അങ്ങനെ വെക്കാറുണ്ട്. പെരുമായത്തൊക്കെ ചീനി പോയി അങ്ങനെ ഭയങ്കര വില എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ നല്ല വേനൽക്കാലത്ത് ദിവസം മല്ലിച്ചപ്പ് പൊതിഞ്ഞ് ഇതേമാതിരി വെവ്വേറാക്കിയിട്ടോ ഒപ്പരോ ഉണക്കി അവിടെ വെച്ചാൽ നമുക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഇളക്കിക്കാളാം കേട്ടോ. ഏകദേശം ഇത് വെന്തിക്കുന്ന. ഇനി വല്ലാണ്ട് നമുക്ക് വെക്കുമ്പോൾ ഇനി അരിയിടാം. ഇറച്ചി വെന്ത് പോവും. വെന്തുടങ്ങി കൊണ്ടാച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ കൂട്ടേണ്ട സാധനം കുരുമുളകും പൊടി ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. കുരുമുളക് പൊടി എല്ലാത്തിലും ഇട്ടാൽ അത് ബിരിയാണി ഒന്നും എനിക്കതൊരു ടേസ്റ്റ് തോന്നില്ല. അപ്പോൾ ഞാനിത് ഇങ്ങനെയാണ് വെക്കുന്നത്. ഇപ്പം പുളിയൊക്കെ കറക്റ്റാണ്. നല്ല ഇറക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്താ ഇതിന് ചെയ്യാൻ പോണെച്ചാൽ ഇതിൻ്റെ കായം തന്നെ ലേശം മുക്കിയെടുക്കും കേട്ടോ. കുറച്ച് കായം ഇതിന് മുക്കിയെടുക്കും. എന്തിനാച്ചാൽ നമ്മളെ ചോറ്റിലേക്ക് കുറച്ചൊന്ന് ഉള്ളി ഇതൊക്കെ ഇട്ടുങ്ങാണ്ടൊന്ന് പൊടിഞ്ഞു കൊടുക്കാൻ. കൂടുതലൊന്നും മുക്കൂല, കുറച്ച് മുക്കിയിട്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ച് ഒക്കെ റെഡിയാണ്. ഇതിലേക്ക് ലേസം കൂടെ നമുക്കില്ലേ ഇറച്ചിയിലേക്ക് ലേസം നെല്ലയ്യ ഒഴിച്ച് കൊടുക്കുക. ഓയിലല്ല ഒഴിച്ചത്. നെല്ലയ്യ ഒഴിക്കുമ്പോൾ ടേസ്റ്റ് മാറും കേട്ടോ. നല്ല ടേസ്റ്റ് ആവും. എന്നിട്ടൊന്നിങ്ങനെ നമുക്കത് ലോട്ടിലൊന്നും കൂടെ ഒന്നിങ്ങനെ ഇറക്കിയിട്ട് കൊടുത്ത് വിളിക്കണേ. അങ്ങനെ ഇതാ ഞാൻ വാഴൻ്റെ ഇല ഒരു ചെറിയ കഷ്ണം പൊറിക്കട്ടെ. എന്നിട്ട് ആ വാഴൻ്റെ ഇല കണ്ടത്ത് പോയി പറിച്ചുകൊണ്ടൊന്ന് കഴുകി ഇതിങ്ങനെ വെച്ച് കൊടുത്തട്ടാ. ഫുള്ള് നമുക്ക് ചോറിൽ പറ്റൂലോ. എന്നിട്ട് ഈ ചോറ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കോരിട്ടു. ഇത് ആവശ്യമുണ്ട് കേട്ടാ, പറഞ്ഞു തരണ്ടേ. ചോറ് കോരി എടുക്കട്ടെ. ചോറ് കോരി എടുക്കട്ടെ. അപ്പത്തിന് ഇതിലേക്ക് നമ്മളിതാ ചോറ് ഇതിലേക്ക് കുത്തട്ടെ. കത്തിച്ച് വെട്ടി റെഡിയാക്കി വെച്ച ചോറാണിത്. ചോറ് ഇതിലേക്ക് കുത്തി കൊടുക്കുക. ഇതാ ഫുള്ളിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഞാൻ രസം മല്ലിച്ചപ്പ് ഇതാ ഈ മുക്കിവെച്ച അതിൻ്റെ കായത്തിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇത്തിരി ഇങ്ങനെ പൊടിഞ്ഞെത്താൽ മതി. ഞാൻ അണ്ടി മുന്തിരി ഒന്നും ഇട്ടില്ല. എപ്പോഴും അണ്ടി മുന്തിരി ഒന്നും ഇടൂല. അപ്പോൾ ഇത് നമുക്ക് കായം കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ തട്ടിലേക്ക് കായം വരും, മുകളിലേക്കാണ് വരാത്ത. അപ്പോൾ മുകളിൽ ഇത്തിരി ജാസ്തി ഇട്ട് കൊടുക്കാം. പിന്നെ ബാക്കി ചോറും കൂടെ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് ഇങ്ങനെ. വേറെന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിരിക്കട്ടെ.
സുഖവും സമാധാനവും സന്തോഷം ഉണ്ടായിരിക്കട്ടെ. മുളകും പൊടി ഇടയില്ല. ഞാൻ ബിരിയാണി വെക്കുമ്പോൾ ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞില്ല, എൻ്റെ മരുമക്കൾക്ക് മുളകും പൊടി ഇട്ടിട്ടുള്ള ചോന്നി മഞ്ഞ ചോപ്പ് ഒന്നും ചോറ് ഇഷ്ടമല്ല. അപ്പം അതിനെക്കൊണ്ട് ഞാൻ മുളകും പൊടി മഞ്ഞപ്പൊടി ഇടൂല, ബാക്കിയുള്ള പൊടികളൊക്കെ ഇടും കേട്ടോ. അങ്ങനെ ഇതൊക്കെ നമ്മൾ നിരത്തി കൊടുത്ത് ഫുള്ളായിട്ട് നിരത്തി കൊടുത്ത് ഇനി വേണ്ടത് എന്താ വിചാരിച്ചാൽ, ഈ ബിരിയാണി കൂട്ടൊക്കെ കഴിഞ്ഞ കറിയാണല്ലോ, ഈ രസം ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ബിരിയാണി കൂട്ടിൻ്റെ എല്ലാത്തിൻ്റെ ചൊയ ഇതൊക്കെ ഉണ്ടാവും ചെയ്യൂ. മുകളിലേക്ക് കായത്തിൻ്റെ അത് പിടിക്കുകയും ചെയ്യൂ. മഞ്ഞയും ചുവപ്പും കളർ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ നമ്മളെ ബിരിയാണി റെഡി ആക്കിന്ന്. ഇത് ചെറിയ രാവി കൊണ്ടാൽ ബിരിയാണി റെഡി കേട്ടോ. പക്ഷെ നെയ്യൊക്കെ ചിലവാവൂട്ടാ. നമ്മൾ അമ്മാതിരി പണിയൊക്കെ എടുക്കുമ്പോൾ ഇത് നല്ല നെയ്യാണ്, കുഴപ്പമില്ല. എന്നാലും ഒരു തീച്ച നമുക്ക് പേരിന് ഇത്തിരി ഇട്ടിച്ചിട്ട് അടിയിൽ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. എന്നാലും ഒരു ലേസൊട്ട അത്ര മതി. ഇത് മൂടി വെക്കാം. അങ്ങനെ മക്കളെ ഇതാ എല്ലാവരും പറക്കുന്ന ബിരിയാണി ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഒക്കെ വെന്തിക്കണം കേട്ടാ മക്കളെ. അങ്ങനെ ചോറ് വെന്തിക്കണിട്ടാ. ഒരാളെ ടേസ്റ്റ് നോക്കാൻ പോകുന്നുണ്ട്, ആളെ കാണൂല. എൻ്റെ മോൻ ആദ്യം തിന്നട്ടെ. കുറച്ച് ബാക്കി എന്നിട്ട് തിന്നല്ലേ. മാറി പോരെ, മതിയോ? ഞാ എന്നാ ഇറച്ചി വേണ്ടേ? ഇറച്ചി വേണ്ടേ? നല്ല ചൂടാണ് കായം. കട്ടൊന്നിലേക്ക് അങ്ങനെ ഇതാ നമ്മളെ ഞാൻ മോന് ഭക്ഷണം കഴിക്കാൻ പോകാനൊന്ന് സ്കൂളിൽ പോകണം. ഓക്കെ, കഴിച്ചോ. റെഡിയായി കേട്ടോ. എല്ലാവരും ഇനി പിന്നെ തിന്നുള്ളൂ. അവനക്ക് സ്കൂളുണ്ട്, അതാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങി എല്ലാവരും, ബാപ്പൊന്നും പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.